നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണിന്റെ സ്ഥാനത്ത് ശക്തമായ ഭീഷണി ഉയർത്തി യുവതാരം ഇഷാൻ കിഷൻ ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണെന്നും ഈ തിരിച്ചുവരവിന് തന്നെയാണ് അദ്ദേഹം ഒരുങ്ങുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ കളിയിലൂടെയും അദ്ദേഹത്തിന്റെ നീക്കങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നിച്ചുകൊണ്ട് ടീം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുക എന്ന ദൗത്യത്തിന് ഇഷാൻ തുടക്കമിട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. ബുച്ചി ബാബു ഇൻവിറ്റേഷണൽ ടൂർണമെന്റിൽ ജാർഖണ്ഡിനായി കളിച്ചാണ് താരത്തിന്റെ തിരിച്ചുവരവ് അദ്ദേഹം ഗംഭീരമായി തന്നെ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത്. മധ്യപ്രദേശുമായുള്ള ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഇന്ത്യൻ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ഇഷാന് സാധിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് അഭിമാന പുരസ്കാരം പറയാം. മധ്യപ്രദേശുമായി തിരുനെൽവേലിയിൽ നടന്ന കളിയിൽ വിക്കറ്റിനു പിന്നിൽ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ക്യാച്ചുമായാണ് ക്യാപ്റ്റൻ കൂടിയായ ഇഷാൻ കസറിയത് എന്ന് പറഞ്ഞേ മതിയാകൂ. ആഭ്യന്തര ക്രിക്കറ്റിൽ കഴിഞ്ഞ സീസണിൽ തന്നെ കളിക്കാൻ ഇഷാൻ തയ്യാറായിരുന്നില്ല എന്ന് പറയാം. പകരം IPLന്റെ പുതിയ സീസണിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ഇത് കാരണം തന്നെ വലിയ തിരിച്ചടിയും താരത്തിന് നേരിടേണ്ടതായി തന്നെ വരുന്നു. കഴിഞ്ഞ സീസണിലെ രഞ്ജി ട്രോഫിയിൽ കളിക്കാതെയാണ് ഇഷാൻ വിട്ടുനിന്നത്. ഇതേ തുടർന്ന് BCCIയുടെ മുഖ്യ കരാറിൽ നിന്നും ഒഴിവാക്കപ്പെട്ട അദ്ദേഹം പിന്നീട് ദേശീയ ടീമിലേക്കും പരിഗണിക്കപ്പെട്ടില്ല എന്ന് വേണം പറയാൻ. ഈ വർഷം ഇന്ത്യക്കായി ഒരു മത്സരം പോലും കളിക്കാൻ ഇഷാന് അവസരം ലഭിച്ചിട്ടില്ല എന്നും പറഞ്ഞേ മതിയാകൂ. തിരിച്ചടികളിൽ നിന്നും തന്നെ പാഠം ഉൾക്കൊണ്ടാണ് ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ ഇഷാൻ തയ്യാറായിരിക്കുന്നത്. അന്താരാഷ്ട്ര കരിയർ വീണ്ടെടുക്കാൻ തന്നെ ഇതല്ലാതെ മറ്റു വഴികളില്ലെന്ന ബോധ്യമായതോടെ താരം ഫസ്റ്റ് ക്രിക്കറ്റിൽ തന്നെ കളിക്കാൻ നിർബന്ധിതനാകുകയായിരുന്നു. ദേശീയ ടീമിലേക്കുള്ള തിരിച്ചുവരവിന്റെ ആദ്യ പടിയായിട്ടാണ് ബുച്ചി ബാബു ടൂർണമെന്റിനെ ഇഷാൻ കാണുന്നതെന്ന് പറയുന്നു. ഈ ചാമ്പ്യൻഷിപ്പ് കൂടാതെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫിയിലും അദ്ദേഹം കളിക്കുന്നുണ്ട്. ടൂർണമെന്റിൽ ഇന്ത്യ D ടീമിന്റെ ഭാഗമായാണ് ഇഷാൻ എത്തുന്നത്. ശ്രേയസ് അയ്യരാണ് ഈ ടീമിനെ നയിക്കുക. ബുച്ചി ബാബു ടൂർണമെന്റിനൊപ്പം ദുലീപ് ട്രോഫിയും ബാറ്റിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും കസരാൻ കഴിഞ്ഞാൽ അത് വീണ്ടും തനിക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ തന്നെ അവസരമൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. മധ്യപ്രദേശിനെതിരെ കളിയുടെ ആദ്യ ദിനം 74ാമത്തെ ഓവറിലാണ് ഇഷാന്റെ വണ്ടർ ക്യാച്ച് കണ്ടത്. ഓഫ് സ്പിന്നർ ആദിത്യ സിംഗിനെതിരെ ടീമിന്റെ ടോപ്പ് സ്കോററായ ശുഭം കുഷ്വ കട്ട് ഷോട്ടിന് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ബോളിന്റെ എക്സ്ട്രാ ബൗൾ താരത്തിന്റെ കണക്കുകൂട്ടലൊക്കെ തെറ്റിച്ചു. എഡ്ജായ ബോൾ ഇഷാന്റെ കൈകളിലേക്ക് വന്നെങ്കിലും അപ്രതീക്ഷിത ബൗൺസ് കാരണം കയ്യിലൊതുങ്ങിയില്ല. കയ്യിൽ തട്ടിത്തെറിച്ച ബോൾ ഇഷാൻ വലതുവശത്തേക്ക് ഓടി മനോഹരമായൊരു ക്യാച്ചിലൂടെ തന്നെ കൈക്കലാക്കുകയായിരുന്നു. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ഈ ക്യാച്ച് മാത്രമല്ല, ആദ്യ ദിനത്തിൽ മറ്റു 2 ക്യാച്ചുകൾ കൂടി എടുത്ത് വിക്കറ്റിന് പിറകിൽ തന്നെ വളരെ സജീവമായിരുന്നു ഇഷാൻ. വിവേകാനന്ദ് തിവാരിയുടെ ബൗളിംഗിൽ ചഞ്ചൽ റാത്തോഡ്, രാംവീർ ഗുർജാർ എന്നിവരെയാണ് അദ്ദേഹം ക്യാച്ച് എടുത്ത് മടക്കിയത്. ആദ്യ ദിനത്തിലെ കളി കഴിഞ്ഞപ്പോൾ തന്നെ ജാർഖണ്ഡിനാണ് നേരിയ മുൻതൂക്കമുള്ളത്. ആദ്യ ദിനത്തിലെ കളി അവസാനിക്കുമ്പോൾ തന്നെ മധ്യപ്രദേശ് 8 വിക്കറ്റിന് 224 റൺസ് എന്ന നിലയിലാണ്. ഇഷാന്റെ മിന്നുന്ന പ്രകടനം സഞ്ജുവിനുള്ള വലിയ തിരിച്ചടി കൂടിയാണ്. കാരണം ഇഷാൻ ദേശീയ ടീമിന്റെ പ്ലാനുകളുടെ ഭാഗമല്ലാത്തതിനാൽ തന്നെ ഈ വർഷം പല പരമ്പരകളിലും സഞ്ജു ടീമിന്റെ ഭാഗമായിരുന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനത്തിലും T20 പരമ്പരയിലും അദ്ദേഹം ടീമിലുണ്ടായിരുന്നു. അവസാനത്തെ 2 T20കളിലും സഞ്ജു കളിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ രണ്ടിലും അദ്ദേഹം ഡെക്കായി ക്രീസ് വിടുകയുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതും എല്ലാവരെയും അമ്പരപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ തന്നെ സഞ്ജുവിന് പാരയായപ്പോൾ ഇഷാൻ കിഷന്റെ ഈ ഫോം മാറുകയാണ് എന്ന് പറയാം.